കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുദ്ധ തന്തയില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരുത്തന്റെ നേതൃത്വത്തിലാണ് ഒരു പാവപ്പെട്ട ചെറുക്കനായിട്ട് തോന്നിയാസം കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇതുപോലുള്ളവന്മാരെയാണ് ഈ പാർട്ടിക്കാർ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനോടൊക്കെ എങ്ങനെ നമുക്ക് യോജിക്കാൻ കഴിയും? ഇത്രയ്ക്ക് തന്തയില്ലായ്മ കാണിക്കും ഇവരൊക്കെ എങ്ങനെ കഴിയുന്നു? ഇവരൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുവോ ചെയ്യേണ്ടി? സ്പോട്ടിൽ വെച്ചോണ്ടിരിക്കരുത്. ഇവരെ പോലുള്ളവന്മാര് നേഴ്സിംഗ് പഠിച്ച് വെളിയോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തുമായിരിക്കും? ഈ നിമിഷം വരെ ഇവരെയൊക്കെ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താക്കാൻ, സസ്പെൻഡ് ചെയ്ത് കളയാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വി എൻ വാസവനാണല്ലോ. വി എൻ വാസവന് ഒത്താശ കാണാൻ വേണ്ടി ഒരു ആരോഗ്യമന്ത്രിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഈ നാറിയെ ഇവനെ സസ്പെൻഡ് ചെയ്ത് കളയാൻ ഈ വാസവനും തയ്യാറാവത്തില്ല. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇവരെയൊക്കെ വെച്ചോണ്ടിരിക്കാൻ കഴിയുമെന്ന് നോക്ക്. ഇവരെയൊക്കെ ചെത്തിക്കണേ ചെയ്യേണ്ടി. ഇത്രയും പോക്കൃത്തരെ ശുദ്ധ തന്തയില്ലായ്മ കാണിച്ചവനെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നും. എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് ഇവനെ പോലുള്ള മക്കളെ? ആ ചെറുക്കന്റെ തന്തയും തള്ളയും ഇല്ലാത്ത കാശും മുടക്കി ഇവനെയൊക്കെ കഷ്ടപ്പെട്ട് പണിക്ക് പോയി കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന് ഇവരൊക്കെ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവനെപ്പോലുള്ള മക്കളെ, രാഷ്ട്രീയ മക്കളെ നീ വെച്ചോണ്ടിരിക്കരുത്. അതുകൊണ്ട് കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ വീണ ജോർജെ, അടുത്ത ഇലക്ഷന് എന്റെ ഈ വീഡിയോ കാണുന്ന ജനങ്ങള് ഇവരെ ഒന്ന് വിജയിപ്പിക്കുക പോലും ചെയ്യരുത്. കാരണം ഇതുപോലുള്ള സാമൂഹ്യ ദ്രോഹികളെയാണ് ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവരെപ്പോലുള്ളവന്മാരെ ഒരു യുവജന പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സംസ്ഥാന ഭാരവാഹികളാക്കി വെച്ചിരിക്കുക. ശുദ്ധ തന്തയില്ലായ്മ കാണിക്കുന്ന എല്ലാവരും വളർത്തിക്കൊണ്ടുവന്ന പിള്ളേരെ ഇതുപോലെ പോക്കൃതനം കാണിക്കുന്നവനെയൊക്കെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹി. ഈ വാർത്ത കേട്ടപ്പോഴേ, ഈ വാർത്ത ആദ്യം അറിഞ്ഞപ്പോ തൊട്ടേ എനിക്കറിയായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ യൂണിയനിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നു. വേറെ ആരും മാറി തോന്നിയാസം തന്തയില്ലായ്മ കാണിക്കുമല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ളവന്മാരെ ഭൂമിക്ക് ഒരു ഭാരമായി വെച്ചോണ്ടിരിക്കരുത്. അത്ര തന്നെ.